സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, പരിശുദ്ധമായ റജബ് മാസം കടന്നു വന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആ ആയിരുന്നു, അല്ലാഹുമ്മ ബാരിക്നാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും. വബല്ലിഗ്നാ റമളാൻ, പരിശുദ്ധമായ റമളാൻ മാസത്തെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണം. എങ്ങനെയാണ് ദ്വാരക്കേണ്ടത്? ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇത് 5 വക്ത് നിസ്കാരത്തിന് മാത്രം സീമിതമാവാതെ എല്ലാ സമയത്തും ഈ ദിക്ർ, ഈ ദുആ അധികരിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂല് ദുആരക്കുകയും സ്വഹാബികളോട് ദുആരക്കാൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്ത ഒരു ദുആയാണ്. അതേപോലെ ഒരുപാട് പരിശുദ്ധമായ റജബ് മാസത്തിൽ ദുആ ചെയ്യേണ്ടതും, അതേപോലെ നമ്മുടെ നാവിനെ നാം നല്ലോണം സൂക്ഷിക്കേണ്ടതും. എന്നത്തെ ഖുതുബയിൽ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കുള്ള നാവ് നിങ്ങൾ എന്താക്കണം? കടിഞ്ഞാനം വിടണം. അനാവശ്യത്തിലേക്ക് നിങ്ങൾ നാവിനെ കൊണ്ടുപോകരുത്. റജബ് മാസം വന്നാൽ നിങ്ങളുടെ ശരീരം മുഴുവനും നിയന്ത്രണത്തിലാവണം. മറ്റുള്ളവന്റെ ഗീബത്ത്, നമീമത്ത് ഒന്നും പറയാതെ, ഞാനെങ്ങനെയാണ്, എൻ്റെ ഇന്ന് ഒരു ദിവസം അത് ഏത് നിലക്ക് കഴിഞ്ഞുപോയി, അത് ചിന്തിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് ഇന്നലത്തെ ഖുതുബയിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത്. മറ്റുള്ളവന്റെ ഗീബത്ത്, മറ്റുള്ളവന്റെ ആക്ഷേപം, മരിച്ചുപോയവരുടെ ആക്ഷേപങ്ങൾ, ഹയാത്തുള്ളവരത് ആരും പറയാൻ പോകണ്ട. നിന്റെ ജീവിതം എന്തായി, നിന്റെ നാവ് കൊണ്ട്, നിന്റെ കണ്ണുകൊണ്ട്, നിന്റെ ഈ ശരീരം കൊണ്ട് ഈ ഒരു ദിവസം നീ എന്ത് പ്രവർത്തിച്ചു, അതാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. കാരണം അള്ളാഹു നമുക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് റജബ് മാസം. വരാനിരിക്കുന്ന വലിയൊരു റമളാൻ മാസം, അതിനെ സ്വീകരിക്കാൻ വേണ്ടി, അതിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ശരീരത്തെ ഒന്ന് ശുദ്ധിയാക്കണം, ഞങ്ങളുടെ ശരീരത്തെ ഒന്ന് നന്നാക്കണം. അതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ റജബ് മാസത്തെ അള്ളാഹു നമുക്ക് തന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, റജബ്, ശഅബാൻ, റമളാൻ, ഈ 3 മാസം, ഈ 3 മാസത്തിന്റെ അസ്റിന്റെ ശേഷം, അസ്ർ നിസ്കാരം കഴിഞ്ഞത് പിന്നെ പറയാൻ പോകുന്ന ഒരു ദിക്റുണ്ട്. ഇൻഷാഅല്ലാഹ് പറയും. ഈ ദിക്ർ ഒരാൾ അസ്ർ നിസ്കാരത്തിന്റെ ശേഷം പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നു, ഈ ദിക്ർ മഗ്രിബ്, ഇത് റമളാന്റെയും അതേപോലെ ശഅബാനിന്റെയും റജബ് തിങ്കളുടെയും അസ്റിന്റെ ശേഷം ഈ ദിക്ർ ഒരാൾ ചൊല്ലിയാൽ അവന്റെ മലക്കുകളോട് രേഖപ്പെടുത്താൻ പറഞ്ഞ അവന്റെ 2 മലക്കുകളുണ്ട്, അവരോട് അല്ലാഹു തആല പറയും, അഹ്രിഖാ സ്വഹീഫത ദുനൂബിഹി വ ഖത്തായാ. ആ ദിക്ർ ചൊല്ലിയവന്റെ ചെറുദോഷങ്ങൾ എഴുതപ്പെട്ട ആ കിതാബിനെ തന്നെ കരിച്ചു കളയുക എന്ന് പറഞ്ഞാൽ, അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറുദോഷങ്ങൾ വന്നാൽ അത് നിങ്ങൾ കരിച്ചു കളയുക, അതിനെ മായിച്ചു കളയുക എന്ന് 2 മലക്കുകളോട് അല്ലാഹു തആല പറയും. ചെയ്യേണ്ട പണി എന്താണ്? റജബ് മാസത്തിലും ശഅബാനിലും റമളാനിലും ഈ 3 മാസത്തിൽ അസ്ർ നിസ്കാരത്തിന്റെ ദിവസം ഒരു ചെയ്യേണ്ട ഒരു അമലുണ്ട്. അതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അളീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗഫാറു ദംബി വസത്താറു ഉയൂബി വഅതൂബു ഇലൈഹി തൗബതൻ അബ്ദുൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ദർറൻ വലാ നഫ്അൻ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ. ഈ ദിക്ർ ഇപ്പോൾ പറഞ്ഞ അല്ലാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. അല്ലാഹുവിനെ ആരാധിക്കാൻ അർഹനായ അല്ലാഹു മറ്റാരുമില്ല. നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്, ദോഷങ്ങളെ പുറത്തു തരുന്നവനാണ്. ഞങ്ങൾക്കുള്ള ഐബുകളെ മറച്ചു കളയുന്നവനാണ്. ആ റബ്ബിനോട് ഞാൻ തൗബയെ ചോദിക്കുന്നു.
ആ റബ്ബിനോട് ഞാൻ തൗബയെ ചോദിക്കുന്നു. ഞാൻ പാവപ്പെട്ട നഫ്സ് കൊണ്ട് ആക്രമിച്ചവനാണ്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അർത്ഥം വരുന്ന ദിക്ർ ഒരാള് റജബിന്റെയും ശഅബാനിന്റെയും റമദാനിന്റെയും ശേഷം പറഞ്ഞാൽ അവൻ ചെയ്ത ദോഷങ്ങളെ കരിച്ചു കളയുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു. എന്തിനാണ് പറഞ്ഞത്? റജബ് മാസത്തിൽ അനാവശ്യം സംസാരിക്കാനുള്ള മാസമല്ല, മറ്റുള്ളവന്റെ ഗീബത്തും നമീമത്തും പറയാനുള്ള മാസമല്ല. നമ്മുടെ നാവിലേക്ക് ഒരു ബീഗം ഇട്ടിട്ട് ലോക്കാക്കിയിട്ട് ബന്ദ് ചെയ്യേണ്ട മാസമാണ്. പിന്നെ എന്താണ് ആ നാവ് കൊണ്ട് പറയേണ്ടത്? ഖുർആനും ദിക്റും സ്വലാത്തും തൗബയാണ് നടക്കേണ്ടത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റജബ് മാസത്തിൽ 3 പത്തുകളുണ്ട് അല്ലെ? ആദ്യത്തെ 10, മധ്യത്തിലെ 10, അവസാനത്തെ 10. ഈ 3 പത്തിലും പ്രത്യേകമായ ഒരു ദിക്ർ പഠിപ്പിച്ചു തരുന്നു മുത്തുനബി. അതാ ആദ്യത്തെ 10 ഒരാള് സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം. ഈ ഒന്നാമത്തെ 10 റജബിൽ ഒരുത്തം സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ, അതേപോലെ സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ് രണ്ടാമത്തെ 10, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ് ഇത് രണ്ടാമത്തെ 10 ഇല്ലെങ്കിൽ, അതേപോലെ മൂന്നാമത്തെ 10 സുബ്ഹാനല്ലാഹിർ റഊഫ് എന്ന് ഈ ദിക്ർ ഈ 3 10 ചൊല്ലിയാൽ ഹബീബായ മുത്തുനബി പറയുന്നു, ഒരാൾക്കും വിവരിച്ചു കൊടുക്കാൻ സാധിക്കില്ല, അത്രയും പ്രതിഫലം. എണ്ണാക്കൂ സാധ്യയില്ല, ഇത്രയും ചൊന്നു കൊടുക്കൂ സാധ്യയില്ല, അത്രയും പ്രതിഫലം ഇതിനെ പറയുന്നവർക്ക് നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പറയേണ്ട ദിക്ർ ഏതാണ്? സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, സുബ്ഹാനല്ലാഹിർ റഊഫ്. ഈ 3 ദിക്ർ 3 10. ഒന്നാമത്തെ 10 സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, രണ്ടാമത്തെ 10 സുബ്ഹാനല്ലാഹിൽ അഹദിസ് സമദ്, മൂന്നാമത്തെ 10 സുബ്ഹാനല്ലാഹിർ റഊഫ്. അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ അവനിക്ക് കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ നാവ് കൊണ്ട് ധാരാളം ദിക്ർ ചൊല്ലണം. അതേപോലെ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. ഈ ദിക്ർ ഒരാൾ പറഞ്ഞാൽ അതിനുള്ള പ്രതിഫലം എന്താണെന്ന് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അത് വലിയ പ്രതിഫലമുള്ള വലിയ ഒരു ദിക്റാണ്. അത് റജബിന് മാത്രമല്ല, എപ്പോഴും നാം റബ്ബിനോട് തൗബ ചെയ്യേണ്ട, ദുആ ചെയ്യേണ്ട ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ്. അത് പറഞ്ഞാൽ വലിയ പ്രതിഫലമുണ്ട്. അല്ലാഹു റജബ് മാസത്തിൽ ധാരാളം നല്ല നല്ല അമാലുകൾ ചെയ്യാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ ഭാഗ്യം തരണം റഹ്മാനേ. മറ്റുള്ളവന്റെ ഗീബത്തും നമീമത്തും പറയാതെ ധാരാളം ഖുർആൻ ഓതാൻ, ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ, ധാരാളം ദിക്ർ ചൊല്ലാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ ഭാഗ്യം തരണം റഹ്മാനേ.